നമസ്കാരം. ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കിന്റെ നേതൃത്വത്തിലുള്ള സഭാ പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. പുതിയ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അർപ്പിച്ച പ്രതിനിധി സംഘം സഭയും പൊതുസമൂഹവും നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തു. തീരദേശവാസികളും മലയോര മേഖലകളിലും ജീവിക്കുന്നവരും അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ, അനാഥാലയങ്ങളും അഗതി മന്ദിരങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. ഇതിനു പുറമെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മുനമ്പം ഭൂമി വിഷയം, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കൽ, ദളിത് ക്രൈസ്തവരുടെ അവകാശ നിഷേധങ്ങൾ, മദ്യപാനം മൂലം സമൂഹത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന വിശദമായ ഒരു മെമ്മോറാണ്ടം KCBC സംഘം മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രിക്കൊപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. KCBC പ്രതിനിധികൾ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും അടിയന്തരവും നീതിപൂർവമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ഉറപ്പു നൽകിയിട്ടുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിലെ വിഖ്യാത ചിത്രകാരനും ശില്പിയുമായ റാഫേലിന്റെ വത്തിക്കാൻ കൊട്ടാരത്തിലെ ലോകപ്രശസ്തമായ ചുവർചിത്രങ്ങൾ പുനരുദ്ധീകരിക്കുന്നു. 5 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതിക്കായി 5.5 മില്യൺ യൂറോയാണ് വത്തിക്കാൻ മ്യൂസിയം ചെലവിടുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ടതിനു ശേഷം ഇത്രയും വലിയ രീതിയിലുള്ളൊരു ശാസ്ത്രീയ പുനരുദ്ധാരണ പ്രവർത്തനം ഈ ചിത്രങ്ങളിൽ നടത്തുന്നത് ഇതാദ്യമായാണ്. ഏപ്രിൽ 15-നാണ് വത്തിക്കാൻ കൊട്ടാരത്തിലെ റാഫേൽ ലോജിയയിൽ 20-ലധികം വിദഗ്ധരടങ്ങുന്ന റീസ്റ്റോറേഷൻ ടീം അതീവ സങ്കീർണമായ ജോലികൾ ആരംഭിച്ചത്. അത്യാധുനിക ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ 2031 പൂർത്തിയാകുമെന്നാണ് വത്തിക്കാൻ മ്യൂസിയം അധികൃതർ വ്യക്തമാക്കുന്നത്. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലെ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടവും കത്തോലിക്ക സഭയും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക്. ന്യൂ മെക്സിക്കോയിലെ അതിർത്തി പ്രദേശവുമായ മൗണ്ട് ക്രിസ്റ്റോറെ മലനിരകളിലെ രൂപതയുടെ ഭൂമി മതിൽ നിർമ്മാണത്തിനായി ബലമായി ഏറ്റെടുക്കാനുള്ള ഫെഡറൽ സർക്കാരിന്റെ നീക്കത്തിനെതിരെ ലാസ് ക്രൂസാസ് കത്തോലിക്ക രൂപത കോടതിയെ സമീപിച്ചതോടെയാണ് അതിർത്തി തർക്കം കടുത്തത്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വലിയൊരു ക്രിസ്തുരാജന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ഈ മലനിരകൾ പതിറ്റാണ്ടുകളായി 10,000-കണക്കിന് വിശ്വാസികൾ എത്തുന്ന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. തങ്ങൾ അതിർത്തി സുരക്ഷയ്ക്ക് എതിരല്ല എന്ന് ലാസ് ക്രൂസാസ് രൂപതയുടെ ചാൻസലറായ ഡീക്കൻ ജീം വിന്റർ വ്യക്തമാക്കി. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആഴത്തിൽ സ്വാധീനിച്ച മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. 4K റെസല്യൂഷനും ഡോൾബി അറ്റ്മോസ് ശബ്ദ സാങ്കേതിക വിദ്യയുടെയും നവീകരിച്ച പതിപ്പാണ് 2026 സെപ്റ്റംബർ 10 മുതൽ 17 വരെ പ്രദർശിപ്പിക്കുക. ഈ പ്രത്യേക റിലീസിന്റെ ഏറ്റവും വലിയ ആകർഷണം മെൽ ഗിബ്സന്റെ പുതിയ ചിത്രം ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് പാർട്ട് 1ന്റെ എക്സ്ക്ലൂസീവ് ബിഹൈൻഡ് ദ സീൻസ് പ്രിവ്യൂ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെയും മരണത്തിനുമേലുള്ള വിജയത്തെയും ആസ്പദമാക്കിയ ഈ ചിത്രം 2027 മെയ് 6 തിയേറ്ററുകളിലെത്തും. ഈ ജൂലൈ മാസത്തിൽ മനുഷ്യജീവന്റെ ആദരവിനും സംരക്ഷണത്തിനുമായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആഗോള കത്തോലിക്ക വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. ഈ മാസത്തെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക പ്രാർത്ഥനാ നിയോഗത്തിലാണ് ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ജീവന്റെ സംരക്ഷണം മുഖ്യ വിഷയമായി വത്തിക്കാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർപ്പാപ്പയുടെ ആഗോള പ്രാർത്ഥന ശൃംഖലയാണ് ഈ ഔദ്യോഗിക സന്ദേശം പുറത്തുവിട്ടത്. മനുഷ്യജീവൻ അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആദരിക്കപ്പെടുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ ദൈവത്തിന് വിലമതിക്കാനാവാത്ത ദാനമാണെന്ന് നമുക്ക് തിരിച്ചറിയാമെന്നും പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.